ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 4 അതീന്ദ്രിയ ജ്ഞാനം. ശ്ലോകം 17, പേജ് നമ്പർ 258. കർമ്മണോ ഹ്യഭിബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. പദാനുപദം. കർമ്മണഃ അപി കർമ്മത്തിൻ്റെയും തത്വം ബോധവ്യം ഹി തീർച്ചയായും അറിയേണ്ടതാണ്. വികർമ്മണഃ ച നിഷിദ്ധ കർമ്മത്തിൻ്റെയും തത്വം ബോധവ്യം മനസ്സിലാക്കണം. അകർമ്മണഃ ച കർമ്മം ചെയ്യാതിരിക്കലിൻ്റെയും തത്വം ബോധവ്യം മനസ്സിലാക്കിയിരിക്കണം. കർമ്മണഃ കർമ്മത്തിൻ്റെ ഗതി ഗഹനാഃ വളരെ വിഷമമുള്ളതാകുന്നു. വിവർത്തനം. കർമ്മത്തിൻ്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം, വികർമ്മം, നിഷിദ്ധ കർമ്മങ്ങൾ, അകർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഭാവാർത്ഥം. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടണമെന്നൊരാൾ കാര്യമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. കർമ്മം, പ്രതികർമ്മം, വികലമായ കർമ്മം എന്നിവയെക്കുറിച്ചെല്ലാം ഒരാൾ സ്വയം വിശകലനം ചെയ്യണം. പ്രയാസമുള്ളതാണ് ഈ വിഷയം. കൃഷ്ണാവബോധത്തെക്കുറിച്ചും തദനുസൃതങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ഒരാൾ പരമപുരുഷനുമായുള്ള തൻ്റെ ബന്ധമെന്തെന്ന് അറിയണം. ഏതൊരു ജീവാത്മാവും ഭഗവാന്റെ നിത്യസേവകനാണെന്നും തന്മൂലം കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചേ തീരൂ എന്നുമുള്ള സത്യം ജ്ഞാനമുള്ള ഒരാൾ നന്നായി അറിയുന്നു. ഗീതാസൂക്തങ്ങളെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ അവബോധത്തിനും തത്സംബന്ധിയായ പ്രവർത്തനങ്ങൾക്കുമെതിരായിട്ടുള്ള നിഗമനങ്ങളെല്ലാം വികർമ്മങ്ങൾ, നിഷിദ്ധമായ കർമ്മങ്ങൾ തന്നെ. ഇതെല്ലാം മനസ്സിലാക്കാനായി കൃഷ്ണാവബോധമുള്ള പ്രാമാണികരോട് സഹവസിക്കുകയും അവരിൽ നിന്ന് ഈ രഹസ്യജ്ഞാനം
നേടുകയും ചെയ്യണം. ഭഗവാനിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നത് പോലെയാണിതും. അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമാനായ ആളും അമ്പരന്നു പോവും. ഹരേ കൃഷ്ണ.